ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ട്. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. അപകടം രാവിലെ 9ഓടെ. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പരീക്ഷാകാലം. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയിൽ പകുതിയിലേറെ ബസ്സുകളും പരാജയപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ നഗരത്തിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ നഗരത്തിലെ അശ്വനി ആശുപത്രിയിലും പുറകുവശത്തെ വീടുകളിലും വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ താഴത്തെ നിലയിലുള്ള കടകളിലും ശങ്കരയ്യ റോഡിലെ വീടുകളിലും വെള്ളം കയറി. ബിഷപ്പ് പാലസിന് സമീപം മതിൽ ഇടിഞ്ഞു വീണു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂരിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനിടെ തൃശൂരിൽ കൂറ്റൻ മരം 11 kV ലൈനിന് മുകളിലൂടെ കടപുഴകി വീണു. തൃശൂർ ചേറ്റുപുഴ റോഡിലേക്കാണ് മരം വീണത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ എമർജൻസി റെസ്ക്യൂ വാഹനമെത്തി 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് മരം മുറിച്ചു നീക്കിയത്. മരം വീണതോടെ വാഹന ഗതാഗതം സ്തംഭിച്ചു. അതേസമയം തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ഡിവിഷനിലെ റോഡിലും വെള്ളം കയറി. നെട്ടിശ്ശേരി കുറ്റിമുക്ക് BMBC റോഡ് നിർമ്മാണത്തിലെ അപാകത മൂലം വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയാണ്. BMBC റോഡ് പണി നടന്നതിൽ ഏറ്റവും കൂടുതൽ ടൈൽ വർക്ക് ചെയ്ത റോഡാണ് നെട്ടിശ്ശേരി കുറ്റിമുക്ക് റോഡ്. എന്നാൽ ഏറ്റവും വീതി കുറഞ്ഞ BMBC റോഡ് എന്ന ചരിത്രവും കാനയില്ലാതെയും പണിത റോഡും ഇതായിരിക്കുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതുമൂലം മഴക്കാലത്ത് റോഡിലെ വെള്ളം വീടുകളിൽ കയറുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്ക്. കുറ്റിമുക്ക് പാടത്തെത്തുമ്പോൾ റോഡിന്റെ ഉയർച്ച താഴ്ച കാണുമ്പോൾ അപകടം പതിയിരിക്കുന്നുവെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഭരണാധികാരികൾ ഉടൻ പരിഹാരം കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. മഴക്കെടുതിയിൽ കൊടുങ്ങല്ലൂർ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. അശാസ്ത്രീയമായ കാന നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമായി. ഇടിമിന്നലിൽ വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു. കോതപറമ്പിൽ മഴയിൽ വഴിയിടിഞ്ഞ് താഴ്ന്നു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിൽ പലയിടങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാന നിറഞ്ഞൊഴുകി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. അശാസ്ത്രീയമായ കാന നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമായി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ കാവിൽക്കടവ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നീ പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ശക്തമായ ഇടിമിന്നലിൽ ലോകമല്ലേശ്വരത്ത് വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു. വയലാർ വാടയിൽ ക്ഷേത്രത്തിന് സമീപം വട്ടപ്പറമ്പിൽ വിജയന്റെ വീട്ടിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പുല്ലൂറ്റ് തളിയാക്കാട്ടിൽ അഭിലാഷിന്റെ വീടിന്റെ ഭിത്തിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭ അതിർത്തിയായ കോതപ്പറമ്പ് തോടിന് സമീപം കനത്ത മഴയിൽ വഴി ഇടിഞ്ഞുപോയി. നഗരത്തിലും പരിസരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9ഓടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെ കേച്ചേരി സെന്ററിൽ വെച്ച് തന്നെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാവിലത്തെ നേരമായതിനാൽ സ്വകാര്യ ബസ്സിലും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് കേച്ചേരി സെന്ററിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. കോലവും സ്വർണ്ണത്താലികളും കവർന്നു.
5 ഭണ്ഡാരങ്ങൾ തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടം. ക്ഷേത്രത്തിലെ CCTVയുടെ DVR അടക്കം കവരുകയും ചെയ്തു. ക്ഷേത്ര ഗോപുരത്തിനടുത്ത് ചേർന്നുള്ള സ്റ്റോർ റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണ താലികളുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർന്നത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ വസ്തുക്കൾ മോഷണം പോയതായാണ് പ്രാഥമിക വിവരം. വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പൂജാരിയെ വിളിക്കാൻ മുറിയിലെത്തിയപ്പോഴാണ് പൂജാരിയുടെ മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത്. മോഷണം നടക്കുന്നതറിഞ്ഞ് പൂജാരി എഴുന്നേറ്റ് വരാതിരിക്കാൻ മോഷ്ടിച്ചവർ തന്നെ പുറത്തുനിന്നും മുറി പൂട്ടിയതാവാമെന്നാണ് നിഗമനം. തുടർന്ന് ക്ഷേത്രം അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ക്ഷേത്ര നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള 2 ഭണ്ഡാരവും തകർത്ത് ചില്ലറ പൈസ ഒഴികെ കവർന്നു. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ അടക്കം 5 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടത്തുകയും ചെയ്തു. മറ്റൊരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ CCTVയുടെ DVR അടക്കം കവരുകയും ചെയ്തു. കൊടകര പോലീസ് കേസെടുത്തു. തൃശൂർ റൂറൽ പോലീസിൽ നിന്ന് വിരലടയാള വിദഗ്ധരായ KN ജിനി, KM ജിംഷ എന്നിവരും ഫോറൻസിക് വിദഗ്ധ ജാസ്മിൻ മരിയയും സ്ഥലത്തെത്തി. അന്വേഷണത്തിനായി സ്ഥലത്തെത്തിച്ച തൃശൂർ റൂറലിലെ പോലീസ് നായ സ്റ്റെല്ല മണം പിടിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള കാവിൽപ്പാടത്തെ വാഴത്തോട്ടത്തിലെത്തി. അവിടെ നിന്നും ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച കോലം ഉപേക്ഷിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണത്താലികൾ എടുത്തതിന് ശേഷം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കോലം. മീഡിയ ടൈം, കൊടകര. ചാലക്കുടി നഗരസഭ ഉടമസ്ഥതയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൻ കവർച്ച. സ്റ്റേഡിയം കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷനിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കോപ്പർ വാൽവുകളടക്കമുള്ള സാമഗ്രികളാണ് നഷ്ടമായിട്ടുള്ളത്. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിലെ ബാത്റൂമുകളിലെ വാൽവുകളും ടാപ്പുകളും കാണാതായി. താഴോ വാതിലോ പൊളിക്കാതെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ താക്കോൽ നഗരസഭയിലാണ്. മോഷണ വിവരം അറിഞ്ഞ് 20-ൽ പരം ദിവസം പിന്നിട്ടിട്ടും പോലീസിൽ പരാതി നൽകാൻ പോലും നഗരസഭാ ചെയർമാൻ തയ്യാറായില്ല. ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ ചെയർമാന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിപക്ഷ ലീഡർ CS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. VJ ജോജി അധ്യക്ഷനായി. BG സദാനന്ദൻ, ഷൈജ സുനിൽ, ബിന്ദു ശശികുമാർ, TD എലിസബത്ത്, KS സുനോജ്, ലില്ലി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പരീക്ഷാകാലം. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയിൽ പകുതിയിലേറെ ബസ്സുകളും പരാജയപ്പെട്ടു. തോറ്റവർക്ക് അടുത്ത ദിവസങ്ങളിലെത്തി ഫിറ്റ്നസ് പരീക്ഷ പാസ്സാകാം. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് കോട്ടപ്പുറം പരിശോധന ഗ്രൗണ്ടിൽ തുടക്കമായി. കൊടുങ്ങല്ലൂർ സബ് RD ഓഫീസിലെ പരിധിയിലുള്ള സ്കൂളുകളിലെ പരിശോധനയ്ക്കെത്തിയ 56 വാഹനങ്ങളിൽ 17 എണ്ണം മാത്രമാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടിയത്. പരിശോധന നടത്തി പാസ്സായ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സാക്ഷ്യപത്രം നൽകി. വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ബസിന്റെ വിവരങ്ങൾ രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് സംവിധാനവുമുണ്ട്. പരിശോധനയുടെ ഭാഗമായി വാഹനങ്ങളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ, വേഗപ്പൂട്ടിന്റെ പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, GPS എന്നിവ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പരീക്ഷ നടത്തുന്നത്. വാഹനങ്ങളിൽ സ്ഥാപനത്തിന്റെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ സബ് RD ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂൾ വാഹന ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്ക് കൊടുങ്ങല്ലൂർ ജോയിന്റ് RDO ജെയ്സൺ, MVI DX ജോഷി ബോധവൽക്കരണ ക്ലാസും നൽകി. കോട്ടപ്പുറം ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടന്ന സ്കൂൾ വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധനയിൽ ജോയിന്റ് RDO EJ ജെയ്സൺ, MVI DX ജോഷി, AMVIമാരായ ജോസ് വാറുണ്ണി, MH പരീത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു കുടുംബമുണ്ട് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ. കിടപ്പ് രോഗിയായ മകളും രോഗികളായ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം സുമനസുകളുടെ സഹായം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. അന്നമനട പുത്തൻപുരയ്ക്കൽ ദാസന്റെ കുടുംബമാണ് നാട്ടുകാരുടെ സഹായം കൊണ്ട് ജീവിക്കുന്നത്. വയറ്റിലെ മുഴയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് 66 വയസ്സുള്ള ദാസന്. മകൾ ധന്യ 2 വർഷമായി ശരീരം തളർന്ന് കിടപ്പിലാണ്. നട്ടലിന്റെ ക്ഷതവും മുഴയും വന്നതോടെയാണ്
36-കാരിയായ മകൾ ധന്യ തളർന്ന് കിടപ്പിലായത്. ഇപ്പോൾ വയറ്റിലും മുഴയുണ്ട്. മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ അറിയിച്ചെങ്കിലും അതിനുള്ള ആരോഗ്യം ധന്യയ്ക്കോ ചികിത്സ നടത്താനുള്ള തുക കുടുംബത്തിനോ ഇല്ല. ദാസന്റെ ഭാര്യ മാലതി ജോലിക്ക് പോയി ലഭിച്ചിരുന്ന തുക കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ല് തേയ്മാനവും തലച്ചോറിലെ ഞരമ്പിന്റെ പ്രശ്നം മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മാലതിക്കും ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. അതിനും വലിയൊരു തുക ചെലവ് വരും. കുടുംബത്തിന് ആകെയുള്ളത് തലചായ്ക്കാൻ ഒരു ചെറിയ വീട് മാത്രമാണ്. സുമനസുകളായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഈ 3-അംഗ കുടുംബം കഴിഞ്ഞു പോകുന്നത്. 3 പേരുടെയും മരുന്നിന് മാസം തോറും വലിയൊരു തുക ചെലവ് വരുന്നുണ്ട്. പഞ്ചായത്ത്, MLA, മുഖ്യമന്ത്രി, അധികൃതർക്കെല്ലാം സഹായത്തിനായി അപേക്ഷിച്ചെങ്കിലും ഇതുവരെയും ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് മാലതി പറയുന്നു. 2 കൊല്ലമായി ഈ അസുഖം തുടങ്ങിയിട്ട്. വേറെ ആരുടെയും സഹായം ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരും സഹായിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് പണിക്ക് പോകാനാണെങ്കിൽ അത് പറ്റണില്ല. ഞാനൊരാളെ പണിക്ക് എനിക്കാണെങ്കിൽ തണ്ടലിന് എല്ല് തേയ്മാനമാണ്. ഇപ്പം തലയിൽ ബ്ലോക്കാണ്. അപ്പോൾ കണ്ണിൽ കൂടി ബ്ലഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. LFL ചികിത്സയിലിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അത് ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും, മരുന്ന് കൊണ്ട് മാറുന്നതല്ല എന്ന് പറഞ്ഞിരിക്കണം. അപ്പം ഞാനിനി എന്താ ചെയ്യുക? ജീവിക്കണോ മരിക്കണോ എന്നാണ് ഇപ്പം ഞങ്ങളുടെ ചിന്ത. ഇന്നലെ ജീവിതം അല്ലെങ്കിൽ മരിക്കണം. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായ പിന്നെ എന്താ ചെയ്യുക? എങ്കിലും അങ്ങനെ മനസ്സ് വരുമെങ്കിലും വീണ്ടും ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? അപ്പം അതാണ്. എങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല ഈ നിർധന നിസ്സഹായരായ കുടുംബം. സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം. മീഡിയ ടൈം, മാള. കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് തുടങ്ങി. വിവിധ ബ്ലോക്കുകളാക്കി തിരിച്ചാണ് കണക്കെടുപ്പ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് ആനയെണ്ണൽ. ഈ മാസം 25 വരെയാണ് സർവേ. 3 തരത്തിലാണ് ആനകളുടെ കണക്കെടുപ്പ്. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും നാളെ പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് മെത്തേഡിലും 25-ന് വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കി ജൂൺ 23-ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9-ന് സമർപ്പിക്കും. 2023-ലെ കണക്കെടുപ്പിൽ കേരളത്തിൽ 1920 ആനകൾ ഉള്ളതായാണ് കണ്ടെത്തിയത്. 1382 വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് 2023-ലെ കണക്കെടുപ്പിൽ പങ്കാളികളായത്. ഇക്കൊല്ലത്തെ കണക്കെടുപ്പിന് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി പാലക്കാട്, കോട്ടയം, പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പൊയ്യയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പൂപ്പത്തി പറമാട് പുന്നാടത്ത് വീട്ടിൽ സൗമ്യ സുനിത്തിന്റെ വീട്ടുപറമ്പിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. അതിനിടെ നീരൊഴുക്ക് കൂടിയതോടെ മാളാച്ചാലിലെ ബണ്ട് തുറന്നുവിട്ടു. ശക്തമായ മഴ തുടരുന്നതിനാൽ മാളയിലും പരിസര പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. കുളവാഴയുമായി എത്തിയായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷന് മുന്നിൽ വെച്ച് കൗൺസിലർമാരെ പോലീസ് തടഞ്ഞു. ഇതോടെ കൗൺസിലർമാർ കുളവാഴ കോർപ്പറേഷനുള്ളിലേക്ക് എറിഞ്ഞ് പ്രതിഷേധിച്ചു. കൗൺസിലർമാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. NH-66-ൽ വിവിധയിടങ്ങളിലായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജനങ്ങളുടെ സഞ്ചാരപഥം തടഞ്ഞു ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ RB മുഹമ്മദ് അലി, PK അബ്ദുൾ റഹ്മാൻ, ജയലക്ഷ്മി, സൈനുദ്ദീൻ കാട്ടകത്ത്, PD വിജയൻ, സലാം കുഴുപ്പുള്ളി, PA ഷാജി, അബ്ദുൾ റഹ്മാൻ കുട്ടി കടമ്പോട്ട്, KA ഹൈദ്രോസ്, അദിഖ് പടിയത്ത്, അഹമ്മദ് ഷഹീൻ, ദീപ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. അഴിക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ
1992-95 കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ സ്കൂൾമേറ്റ്സ് 95, മെഹ്ഫിൽ 2024 എന്നെന്നും ഓർമ്മയ്ക്കായി 95 എന്ന പേരിൽ സംഗമം നടത്തി. ജെയിൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK നസറിൻ അധ്യക്ഷത വഹിച്ചു. പറഞ്ഞ പരിപാടി കൂട്ടായ്മയിലെ അംഗങ്ങളും മക്കളുടെയും സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തിയ സ്മൃതി 95 PACD പ്രകാശനം ചെയ്തു. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത വാർഡ് മെമ്പർക്കെതിരെ CPI ആലത്തൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPI സെക്രട്ടേറിയറ്റ് മെമ്പർ ഇന്ദിര ദിവാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. TK ഗോപി അധ്യക്ഷത വഹിച്ചു. MB ശിവരാമൻ, MK സദാനന്ദൻ, CK തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തൃശൂർ സെൻട്രൽ സഹോദയയുടെ ആഭിമുഖ്യത്തിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ശ്രീ സായി വിദ്യാപീഠം വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ബിനു കെ രാജ് ക്ലാസ് നയിച്ചു. വിവിധ CBSE വിദ്യാലയങ്ങളിൽ നിന്നും 120 അധ്യാപകർ ക്ലാസ്സിൽ പങ്കെടുത്തു. അധ്യാപനത്തിലൂടെ വിദ്യാർത്ഥികളിൽ അഭിലഷണീയമായ പരിവർത്തനം സൃഷ്ടിക്കുക എന്നതായിരുന്നു ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാലയത്തിന്റെ മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അരങ്ങ് 2024 ചാലക്കുടി കൊടകര ക്ലസ്റ്റർ തല മത്സരങ്ങൾ സമാപിച്ചു. 2 ദിവസങ്ങളിലായി കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് ചാലക്കുടി കൊടകര ക്ലസ്റ്റർ തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. പെൻസിൽ ഡ്രോയിങ്, ജലച്ചായം, പ്രസംഗം, നാടകം, വിവിധയിനം ഡാൻസുകൾ തുടങ്ങി 30ഓളം ഇനങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജനറൽ കൺവീനർ K രാധാകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂരിൽ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ട്. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. അപകടം രാവിലെ 9ഓടെ. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പരീക്ഷാകാലം. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയിൽ പകുതിയിലേറെ ബസ്സുകളും പരാജയപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.